ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പുതിയ പാലക്കാടൻ ഐറ്റമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ ഈരൽ കറിയാണ്. അതായത് വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യ സംരക്ഷണത്തിനും ഈ പ്രസവ രക്ഷയ്ക്ക് ഉള്ള സമയത്ത് ദേഹരക്ഷയ്ക്കും ഒക്കെ കൊടുക്കുന്ന, പ്രസവം കഴിഞ്ഞ ലേഡീസിനൊക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അവർക്ക് മാത്രം കഴിക്കാനല്ല, നമ്മളെല്ലാവർക്കും ഈ സമ്മർ സീസണിൽ, അതായത് ഈ ചൂട് കാലത്ത് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈരൽ കറിയാണ്. ഈരൽ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആട്ടിൻ്റെ ലിവറാണ്. ആടിൻ്റെ ലിവറിനെയാണ് നമ്മൾ പറയുന്നത്. ആടിൻ്റെ കരളിറച്ചിനെയാണ് നമ്മൾ പറയുന്നത് ഈരൽ എന്ന്. പാലക്കാട്ടുകാർ ഈരൽ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഈരൽ എങ്ങനെയാണ് മരുന്ന് പോലെ കറി വയ്ക്കുന്നതെന്നാണ് കേട്ടോ. അതായത് ഹെൽത്തിന് നല്ല ആരോഗ്യപ്രദമായ, നന്നായിട്ട് എല്ലാ പോഷകമൂല്യങ്ങളും ഉള്ള ഒരു ഐറ്റമാണ് ഈ ആട്ടിൻ്റെ കരൾ. ആടിൻ്റെ എല്ലാ ഐറ്റംസും നല്ല പോഷകമൂല്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈരൽ കൊണ്ട് നമ്മൾ ഇന്നൊരു മരുന്ന് പോയിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ ഈരലിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് ഒരു 5 വിസിൽ വരെ വരാട്ടോ. അതിനുശേഷം ഇൻഗ്രീഡിയൻസിലേക്ക് പോകാമേ. അപ്പോൾ നമ്മുടെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ഈരൽ കറി ഉണ്ടാക്കാം. എല്ലാവരും നമ്മുടെ കൂടെ പോകുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു 1/2 കിലോ ഈരലാണ് എടുത്തിരിക്കുന്നത്, അതായത് ആട്ടിൻ്റെ കരൾ. പിന്നെ നമുക്കൊരു കാ ടീസ്പൂൺ ചെറിയ ജീരകം വേണം, 1 ടീസ്പൂൺ കുരുമുളക് വേണം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് വേണം, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ മുളക് പൊടി വേണം, ഒരു മുളക് വേണം, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, പിന്നെ ഒരു 5-6 ഗ്രാമ്പു വേണം കേട്ടോ. ഇത്രയും ഐറ്റംസ് നമുക്ക് അരയ്ക്കാൻ വേണം. ഇത് കൂടാതെ നമുക്കിനി അരയ്ക്കാനുള്ളത് ഒരു 10-30 നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി നമുക്കൊരു 10-30 എണ്ണം വേണം. അത് നന്നായി തൊലി പൊളിച്ചത്. പിന്നെ ഒരു ഗാർലിക് ഒരു 5-8 എണ്ണം വേണം. പിന്നെ പട്ട, കറാമ്പൂല പട്ട, അത് നമുക്കൊരു 2-3 എണ്ണം വേണം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായി അരയ്ക്കണേ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള 5 വിസിലും കഴിഞ്ഞിട്ട് നമ്മുടെ ഈരൽ, അതായത് കരൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം നമ്മൾ ഇട്ടിട്ട് ഒരു 5 വിസിലാണ്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് അരപ്പിലേക്ക് പോകാം. എല്ലാം അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലില്ലേ, നമുക്ക് കുറച്ച് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചോളൂ കേട്ടോ. ചിലവർക്ക് ഇത്രയും എരിവ് അങ്ങോട്ട് സാധിക്കില്ല. അതുകൊണ്ട് എരിവ് വേണമെങ്കിൽ കുറച്ചോളൂ. നമുക്ക് ഇത്ര എരിവ് ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ മസാല അതിലിടാൻ പോവാണ് കേട്ടോ. നമ്മൾ അരപ്പ് അതിലേക്ക് ചേർക്കാൻ പോവാണേ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടും ഈ സമ്മർ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. നമ്മളെന്തായാലും നമ്മുടെ ഹെൽത്തും കൂടി നോക്കണമല്ലോ. എല്ലാവർക്കും നല്ല ചൂട് കാലം ആയതുകൊണ്ട് ബോഡിയൊക്കെ നല്ല ഹീറ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഒരു 2-3 മിനിറ്റ് വേണ്ട, കൂടി വന്ന ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ആ ഇൻഗ്രീഡിയൻസ്, അതായത് ഉള്ളി പൊളിക്കലും ഗാർലിക്കിൻ്റെ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്. വേറെ ഒരു ചേരുവകളോ ഒന്നുമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന്, ഇപ്പം നമ്മൾ മസാലയൊക്കെ ചേർത്തു, ഒന്ന് നന്നായിട്ട് തിള വരട്ടെ. ഇനി കറി നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ പാകം നോക്കാം കേട്ടോ. എരിവും ഉപ്പും ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ കറിയിൽ ഉപ്പ് അങ്ങനെ ഇട്ടിട്ടില്ല. നേരത്തെ നമ്മുടെ കരൾ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കറിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഉപ്പും എരിവുമാണ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. കാരണം ഇതൊരു മരുന്ന് കറി പോലെയാണല്ലോ, ഭയങ്കര പോഷക ഗുണമുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, 1 ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മുടെ അടിപൊളി ഈരൽ കറി, പാലക്കാടൻ ഈരൽ കറി, അതായത് മട്ടൻ്റെ ലിവർ കറി നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ വെറുതെ മരുന്ന് പോലെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ആരോഗ്യപ്രദമായ ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പാലക്കാടിൻ്റെ സ്വന്തം ഈരൽ കറിയാണ്.
അപ്പോൾ മട്ടൺ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മട്ടൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തിയാണ്, ശരീരത്തിനൊക്കെ ഒരു കുളിർമയും ആരോഗ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പുതിയ റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കുള്ള ഊർജ്ജമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാമേ. താങ്ക്